ആയിരുന്നു. ഓട്ടത്തിൽ അവനെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നായിരുന്നു അവന്റെ വിചാരം. ഒരു ദിവസം അവൻ ആ കാട്ടിലുള്ള മൃഗങ്ങളെയെല്ലാം വെല്ലുവിളിച്ചു. എന്നെ ഓടിത്തോൽപ്പിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരൂ. ഇവന്റെ അഹങ്കാരം ഇന്നു തീർക്കണം എന്ന് മിന്നു അമ്മ തീരുമാനിച്ചു. ഞാൻ നിന്റെ കൂടെ ഓട്ടപ്പന്തയത്തിന് തയ്യാർ എന്ന് മിന്നു അമ്മ പറഞ്ഞു. ഹഹഹ, ഈ പീക്കിരി ആമയാണോ എന്നോട് മത്സരിക്കാൻ പോകുന്നത്? മുയൽ ആമയെ കളിയാക്കി ചിരിച്ചു. അങ്ങനെ ഓട്ടപ്പന്തയം നിശ്ചയിച്ച ദിവസം വന്നെത്തി. കാട്ടിലെ മൃഗങ്ങളെല്ലാം മൈതാനത്ത് ഒത്തുകൂടി. ആമയും മുയലും ഓട്ടപ്പന്തയത്തിന് തയ്യാറായി. കുരങ്ങച്ചൻ കൈകാണിച്ചുകൊണ്ട് മത്സരത്തിന് തുടക്കമിട്ടു. രണ്ടുപേരും ഓട്ടം തുടങ്ങി. കാണികൾ രണ്ടുപേരെയും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. കുറച്ചു ദൂരം ചെന്നപ്പോൾ മുയൽ ഒന്ന് തിരിഞ്ഞു നോക്കി. ആമ അതാ പതുക്കെ നടന്നു വരുന്നു. ഹഹഹ, ഇവനൊരു വിഡ്ഢി തന്നെ. ഇനി അല്പം വിശ്രമിച്ച് ഓട്ടം തുടരാം എന്ന് പറഞ്ഞുകൊണ്ട് മുയൽ ഒരു മരത്തിൽ ഇരുന്ന് വിശ്രമിച്ചു. ഇളം കാറ്റുകൊണ്ട് അവൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ആർപ്പുവിളികളും ആരവങ്ങളും കേട്ട് മുയൽ ഞെട്ടി ഉണർന്നു നോക്കുമ്പോൾ അതാ ആമച്ചാർ ഓട്ടപ്പന്തയത്തിൽ വിജയിച്ചിരിക്കുന്നു. അഹങ്കാരിയായ ആ മുയൽ നാണം കെട്ട് നടന്നുപോയി. കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം എന്താണെന്നറിയോ? അമിതമായ ആത്മവിശ്വാസം അപകടത്തിലേക്ക് വഴിതെളിയിക്കും.